രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് ഇലകളിൽ വൈവിധ്യമുള്ള ബിഗോണിയ ചെടികളാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. അതിനു മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ബിഗോണിയ ചെടികളെ പരിചയപ്പെടാം. ബിഗോണിയ ചെടികളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ സബ്സ്ക്രിപ്ഷൻ ബോക്സിലിടാം കേട്ടോ. പിന്നെ പലതരം ബിഗോണിയകളുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ എൻ്റെ അടുത്ത് 30 തരം ബിഗോണിയയുടെ കളക്ഷൻ ഉണ്ട് എന്നാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു 50-60 തരം ബിഗോണിയകളുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ചെടികളാണ് കാണിച്ചിട്ടുള്ളൂ. അതിൻ്റെ പ്ലാന്റ് സൈസ് അറിയാൻ വേണ്ടിയിട്ട് ഓരോന്ന് എടുത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റില്ലും ഇടാം, ഫോട്ടോസ് ഇടാം വീഡിയോയിലുള്ളത് കൂടാതെ. പിന്നെ താല്പര്യമുള്ളവർ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ചെടികൾ ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടോ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഈ ചെടികൾക്കൊക്കെ പല വിലകളാണ്, അറിയാമല്ലോ. ബിഗോണിയ വളരെയധികം വിലയുള്ള 200-300 രൂപയുടെ വില തൊട്ടുള്ളതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ചെടികളും അതിൻ്റെ 120-ൻ്റെയും ഒക്കെ എല്ലാ ചെടികളും ഞാൻ 100 രൂപയ്ക്കാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെലക്ട് ചെയ്തോളൂ. പിന്നെ എത്ര ചെടികൾ വേണമെങ്കിലും ഉണ്ട്, പലതരം ചെടികൾ. ഇത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. ഇലകളുടെ ഡിസൈനൊക്കെ കണ്ടില്ലേ, ഒന്നിൻ്റെ ഡിസൈൻ ഒരുപോലെയാണെങ്കിൽ കളർ വ്യത്യാസമായിരിക്കും. പിന്നെ പുക പോലെയുള്ളതുണ്ട്, മഞ്ഞ് പോലെയുള്ളതുണ്ട്, പലതരം. ബിഗോണിയ നമുക്ക് നടാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഹരമായിട്ട് പിന്നെ അതിൻ്റെ വേറെ വെറൈറ്റികൾ ഇങ്ങനെ സംഘടിപ്പിക്കാനുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടാവും. അത്രയും മനോഹരമായ ചെടികളാണ്. അധിക പരിപാലനം ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്കിതിന് വെള്ളം കുറേശ്ശെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് ഒരുപാട് വെള്ളം ആവണ്ട. പിന്നെ ഇതൊക്കെ നമുക്കിപ്പോൾ പോട്ട് മാറ്റാനായ ചെടികളാണ് കേട്ടോ. നമ്മളിത് നടുമ്പോൾ മണ്ണ് അളവ് കുറച്ചിട്ട് പെർലറ്റ്, ചകിരിച്ചോറ്, മണൽ, ചാണകപ്പൊടി, ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള കറക്റ്റ് ഇതിന് കൊടുക്കുന്ന പോട്ടിംഗ് മിക്സ്. നമ്മളിത് നടുമ്പോൾ ഇത് മഴയത്തൊക്കെ വയ്ക്കാൻ പറ്റുന്ന ചെടിയാണ്. പക്ഷേ മഴയത്ത് വയ്ക്കുമ്പോഴും നമ്മളിതിൽ പുഴുക്കേട് വരാതെ നോക്കണം. അതായത് കാട്, പുല്ലൊക്കെ മുളയ്ക്കുന്ന സ്ഥലത്ത് വെക്കരുത്. പിന്നെ നല്ല സുഖമായിട്ട് നട്ട് നമുക്ക് ഷെയ്ഡിൽ, കാർ പോർച്ചിലോ അല്ലെങ്കിൽ വീടിൻ്റെ സൺസൈഡിൻ്റെ താഴെ സ്റ്റാൻഡ് വെച്ചിട്ടൊക്കെ വെക്കാം കേട്ടോ. ഭംഗിയായിട്ട് അലങ്കരിച്ച് വെക്കാവുന്ന ഒരു നമ്മുടെ ഇൻഡോർ ആയിട്ടൊക്കെ വയ്ക്കാൻ പറ്റുന്ന ചെടിയാണ്. ഇതിൻ്റെ വളരെയധികം കളക്ഷൻസ് ഉണ്ട്. ഇപ്പം മിക്ക ആളുകൾക്കും ഇതൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു വിനോദമാണ് ബിഗോണിയ കളക്ഷൻസ്. കണ്ടോ, ഇത് പുക പോലെ നല്ല പെയിൻറ്റ് തെറിച്ച പോലെ ഉണ്ട് അല്ലേ, നല്ല ഭംഗിയുള്ള ചെടികളാണ്. വേറെയും കുറേ സൈസ് ഉണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ കോൺടാക്റ്റ് ചെയ്ത് വരുന്നവർക്ക്, അതായത് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് ഞാനിതിൻ്റെ ഫുൾ ചെടികൾ കാണിച്ചു തരാം, നിങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചെടികൾ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ എനിക്ക് ഇട്ട് തന്നാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതിൽ കാണുന്ന ചെടികൾ, ഇതേ വലുപ്പമുള്ള ചെടികളെല്ലാം 100 രൂപയ്ക്കാണ് ഞാൻ ഈ പ്രാവശ്യം കൊടുക്കുന്നത്. ചില ചെടികൾ നമുക്കിതിൽ കുറേ റേറ്റ് ഉള്ളത്, ബിഗോണിയെ പറ്റി അറിയുന്നവർക്ക് അറിയായിരിക്കും, കൂടുതൽ റേറ്റ് ഉള്ളതുണ്ട്. പക്ഷേ ഞാൻ അതിനെല്ലാം ഒരേ റേറ്റ് തന്നെയാണ് സ്വീകരിക്കുന്നത്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ചെടികൾ നടുമ്പോൾ നല്ല ഡ്രെയിനേജ് ഉള്ള പോട്ട് തിരഞ്ഞെടുക്കണം. നല്ലപോലെ നീർവാർച്ച നമ്മൾ ഉറപ്പ് വരുത്തുകയും വേണം. പിന്നെ നല്ല വിലയുള്ള ചെടികളാണെന്ന് അറിയാമല്ലോ. അപ്പോൾ തന്നെ ഇത് പെട്ടെന്ന് വളരുന്ന ചെടികളാട്ടോ. താല്പര്യമുള്ളവർ ഞാൻ ഈ വീഡിയോയിൽ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. തണൽ ഇഷ്ടപ്പെടുന്ന ചെടികളായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചെടികളെ മരത്തിൻ്റെ ചുവട്ടിലോ അങ്ങനെയൊക്കെ വെച്ച് വളർത്താൻ പറ്റും. ബെഗോണിയേസി കുടുംബത്തിലെ ഒരു പൂച്ചെടിയാണ് ബിഗോണിയ. നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ അരുണാചൽ പ്രദേശ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ ഈ ചെടികൾ സുലഭമായിട്ട് വളരുന്നതാണ്. ഈ ചെടികൾ നമ്മൾ നട്ടുപിടിപ്പിച്ചതിന് ശേഷം ഇതിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഏറ്റവും അടിയിലുള്ള മൂത്ത ഇലകൾ തണ്ടോടുകൂടി മുറിച്ചെടുത്തിട്ട് വേണമെങ്കിൽ 1-2 ദിവസം വെള്ളത്തിൽ താഴ്ത്തി വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ മെറ്റൽ അല്ലെങ്കിൽ മണൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മാധ്യമത്തിലേക്ക് വെറുതെ ഇട്ട് വെച്ചിട്ട് നമുക്ക് നല്ലവണ്ണം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ പുതിയ ചെടികൾ ഉണ്ടായി വരും. അപ്പോൾ ഈ ചെടികളെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇപ്പം നിങ്ങൾ ചെടി എടുക്കണം എന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ ചെടിയെക്കുറിച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റില്ലായിട്ടുള്ള ഫോട്ടോ കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ പ്ലാൻ സൈസ് നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. ഈ ബിഗോണിയെ പറ്റി എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അപ്പോൾ എല്ലാം ഒന്നും പറയാൻ നമുക്കൊരു വീഡിയോയിൽ പോസിബിൾ അല്ല. അതുകൊണ്ട് ഈ ചെടി ഒരുപാട് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. എത്ര വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. അതുപോലെ ഇത് പാക്ക് ചെയ്യുന്നതും വളരെ ശ്രദ്ധിച്ചാണ്. ഞാൻ നല്ലപോലെ കാർഡ്ബോർഡിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ
ദൂരേക്കൊക്കെ ഉള്ളതാണെങ്കിൽ വാഴയിലയും കൂടെ വെച്ചിട്ടാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. വളരെ നന്നായിട്ട് പാക്ക് ചെയ്ത് ചെടികൾ കേടാവാതെ നിങ്ങളുടെ കയ്യിലെത്തിക്കും. ഇനിയിപ്പോൾ അഥവാ നിങ്ങളുടെ ചെടികൾ കേടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അൺബോക്സ് വീഡിയോ ഇടുകയാണെങ്കിൽ ഒന്നുകിൽ ചെടികൾ മാറ്റി അയച്ചു തരും, അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ക്യാഷ് ഞാൻ തിരിച്ചിട്ട് തരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ബിഗോണിയ നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് റെക്സ് ബിഗോണിയാണ്. ബിഗോണിയൻ്റെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇത് പൂക്കളുള്ളതുണ്ട്, പിന്നെ നമുക്ക് ഏഞ്ചൽ വിങ്സ് ബിഗോണിയ അല്ലെങ്കിൽ കാന ബിഗോണിയ എന്നൊക്കെ പറയുന്ന ഒരു സൈസ് ഉണ്ട്. വാക്സ് ബിഗോണിയ, ഇപ്പോൾ ഈ കാണുന്നത് വാക്സ് ബിഗോണിയാണ്. അങ്ങനെ പലതരം ബിഗോണിയകളുണ്ട്. ബിഗോണിയ ഒരു പൂച്ചെടിയാണെന്ന് പറഞ്ഞല്ലോ. ഈ തരം ബിഗോണിയകളൊക്കെ പൂവുണ്ടാവുന്നതുമാണ്. ഈ പൂക്കളുണ്ടാവുന്ന ബിഗോണിയൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കൽ ചെയ്യാം. ഇപ്പം ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ള റെക്സ് ബിഗോണിയൻ്റെ സെയിൽ മാത്രമാണ് കേട്ടോ. ഇപ്പം ഈ വീഡിയോയിൽ കാണിച്ച റെക്സ് ബിഗോണിയാണ് റെഡി ആയിട്ടുള്ളത്.